വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക ലൂക്കായുടെ സുവിശേഷം 57 മുതൽ 62 വരെയുള്ള വചനങ്ങൾ. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. വേറൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരുടെ വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു കടന്നു വരുന്നൊരു വ്യക്തിയും ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കാതെ മറു നിൽക്കുന്നവനെ വിളിക്കുന്ന ഒരു യേശുവിനെയും യേശുവിനോട് കണ്ടീഷൻ പറഞ്ഞ് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നതുമായി 3 പേരെ കണ്ടുമുട്ടും. കർത്താവ് ഓരോ വ്യക്തികളെയും വിളിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് നമുക്കറിയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന വചനഭാഗമാണ് നാം കാണുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക. 13-ാമത്തെ വചനത്തിൽ, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിന്, പ്രസംഗിക്കാൻ അയക്കുന്നതിന്, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോ ശിഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സമാന്തര സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കും മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 12 പേരെ തിരഞ്ഞെടുക്കാൻ ഒരു 12 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഈശോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈശോ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോ കൊടുക്കുന്ന വിലയാണ് ഈ 12 മണിക്കൂറുകൾ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് പറ്റുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഈശോ പോകുന്ന വഴിയിൽ ഈശോയുടെ പിന്നാലെ ഒരാൾ ഓടി വരികയാണ്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ട് ഈശോയ്ക്കറിയാം. കാരണം പുറപ്പാട് പുസ്തകം 33:17 വചനം ഇങ്ങനെ വായിക്കും, നീ ആഗ്രഹിച്ച ഈ കാര്യം നിനക്ക് ഞാൻ നിവർത്തി തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ദൈവം മോശയോട് പറയുന്നൊരു കാര്യമാണ്, നീ ചോദിക്കുന്നതെന്തും നിനക്ക് ഞാൻ തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന്. ആ നന്നായി ഓരോ വ്യക്തിയെയും അറിയുന്ന തമ്പുരാൻ ഇവിടെ ഒരു വ്യക്തി തൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നീ പോകുമ്പോൾ നിൻ്റെ പിന്നാലെ ഞാൻ വരും, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കും. ഈശോയ്ക്കറിയാം, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണിവൻ. ത്യാഗങ്ങൾ വരുമ്പോൾ ഇവൻ പതറിപ്പോകും. അതുകൊണ്ട് ഈശോ അവനോട് നേരത്തെ പറയുക, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, പക്ഷെ നീ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന യേശുവിന് തല ചായ്ക്കാൻ ഇടമില്ല. മനുഷ്യപുത്രന് സ്വന്തമായി ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ, സ്വയം ശൂന്യവൽക്കരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ എൻ്റെ ഒപ്പം വരാനാണ് ഇവിടെ ഈശോ 1-ാമത്തെ വ്യക്തിയോട് പറയുക. ആലോചനകളില്ലാതെ, എടുത്തുചാട്ടമില്ലാതെ പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയിട്ട് ചാടി ഇറങ്ങി വന്ന് അനുഗമിക്കാം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ത്യാഗങ്ങൾ വരുമ്പോൾ നീ പതറിപ്പോകും. ക്രിസ്തു ശിഷ്യനാകാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നോ, ഉപരി സമർപ്പണത്തിന് ആരൊക്കെ ആഗ്രഹിക്കുന്നോ, അവരുടെ ജീവിതത്തിൽ ശൂന്യവൽക്കരണത്തിൻ്റെ വലിയ ഒരു വേദി തുറക്കപ്പെടണമെന്ന് ഈശോ പറയുക. 1-ാമത് ഈശോ പറഞ്ഞു, എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല. ആത്മീശോ പറഞ്ഞതാ, ഈശോയുടെ കണ്ടീഷൻ അതാ, ഒന്നും പ്രതീക്ഷിച്ച് എൻ്റെ പിന്നാലെ വരരുത്. നിനക്ക് എന്തു വേണമെന്ന് നീ എന്നോട് ചോദിച്ചാലും എനിക്കൊന്നുമില്ല തരാൻ, ഒന്നും പ്രതീക്ഷിക്കരുത്, എൻ്റെ കൂടെ നീ വരണം. അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് വരാം. 2-ാമത്, ക്രിസ്തു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ തിരസ്കരിക്കപ്പെടാൻ തയ്യാറാകണമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്.
സ്വന്തമായി ഇല്ലാത്തത് യേശുവിൻ്റെ ജീവിതാനുഭവമായതുകൊണ്ട് തിരസ്കരിക്കപ്പെടാൻ തയ്യാറാകണം. കാരണം ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 51 മുതൽ 56 വരെയുള്ള വചനങ്ങൾ വായിച്ചതിന് ശേഷമാണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുക. അപ്പോൾ അവിടെ ഈശോ സമറിയായിൽ പ്രവേശിക്കുമ്പോൾ അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് സമറിയാക്കാർ യേശുവിനെ സ്വീകരിച്ചില്ല. അവർ അവനെ തിരസ്കരിച്ചു, അവനെ മാറ്റിക്കളഞ്ഞു. അവർക്കറിയാം യേശു ആരാണെന്ന്. പക്ഷേ ഈശോ ജെറുസലേമിലേക്കാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ അടുക്കലേക്കല്ല വരുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തെ തൊട്ടുമുമ്പിൽ ഈശോ കാണും. അപ്പോൾ ആ കൂടെ നടക്കുന്ന യാക്കോബും യോഹന്നാനും പറയും, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പോൾ ഈശോ അവരെ ശാസിക്കുകയാണ്. അപ്പോൾ ഈശോ ഈ ഒരു അനുഭവം മനസ്സിൽ വെച്ചിട്ടാണ് ഈശോ പറയുന്നത്, തല ചായ്ക്കാൻ എനിക്കിടമില്ല, വീടില്ല, തിരസ്കരണങ്ങൾ നിന്റെ മുമ്പിലുണ്ടാകും. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിൽ ചേർത്ത് വെച്ചോണം, ക്രിസ്തു ശിഷ്യന് തിരസ്കരണങ്ങൾ, എപ്പോഴും നിന്ദനങ്ങൾ, പീഡനങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടാകും. രണ്ടാമത്തെ അവൻ വേറെ ഒരുവനോട് പറയുക. ഒരുവൻ ഒന്നും ചിന്തിക്കാതെ നിൽക്കുമ്പോൾ അവൻ വേറെ ഒരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യമുണ്ട്. യേശു അവനെ വിളിക്കുമ്പോൾ അവൻ ആഗ്രഹമൊന്നുമില്ല, ചുമ്മാ നിന്ന് കൊടുക്കുകയാണ്, ചുമ്മാ നിൽക്കുക. കർത്താവെ എന്തും ചെയ്തോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവൻ പറയുക, പിതാവിനെ സംസ്കരിച്ചിട്ട് വരട്ടെ എന്ന്. യേശു പറയുക, അതൊക്കെ ലോകത്തിൻ്റെ പ്രവൃത്തിയാണ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കുന്നവൻ മരിച്ചിരിക്കുന്നവർ ഒരു സംസ്കരണം നടത്തണമെന്നല്ല ഈശോ ആവശ്യപ്പെടുക. മറിച്ച് ഈ മരിച്ചടക്കുകളൊക്കെ ലോകത്തിൻ്റെ പ്രവൃത്തികളാണ്. അതൊക്കെ ലോകത്തിലായിരിക്കുന്ന മക്കൾ ചെയ്യും. നീ ചെയ്യേണ്ടത് എന്നെ അനുഗമിക്കുക, എൻ്റെ പ്രവൃത്തികൾ നീ തുടരണം, നിന്നെ അതിനാണ് ഞാൻ വിളിക്കുക എന്ന്. പ്രിയപ്പെട്ടവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈശോ വന്ന് വിളിച്ചതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ കാണും. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ഏലീഷായെ വിളിക്കുന്നത്. ഏലിയ പ്രവാചകൻ ഏലീഷായെ വിളിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 19 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണും. ഏലിയ കടന്നു പോകുമ്പോൾ വയലിൽ നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ കാണും. അവന് ഒരു ചിന്തയുമില്ല. 12 നിരയിൽ 12 ഏർ കാളകൾ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ 12-ാമത്തെ നിരയിൽ പണിയൊന്നും അറിയത്തില്ലാതെ ഏറ്റവും പുറകിൽ അവഗണിക്കപ്പെട്ട് മാറി നിൽക്കുന്ന ഏലീഷയുടെ അടുക്കലേക്ക് ഏലിയ ചെന്നിട്ട് മേലങ്കിയിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിളിയുടെ രംഗം നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 19 വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വ്യക്തി. അപ്പോൾ തന്നെ ഏലീഷ പോയി തൻ്റെ കാളയെയും കലപ്പയുമെല്ലാം കത്തിച്ച് ബലിയർപ്പിച്ച് അവൻ തിരിച്ചു പോവുകയാണ് ഏലിയയുടെ പുറകെ തന്നെ. അപ്പോൾ ഏലിയയുടെ പുറകെ തന്നെ തിരിച്ചു പോയി ഏലിയയുടെ ഒപ്പം നടന്ന് ഏലിയയേക്കാൾ ശക്തനായ പ്രവാചകൻ ഏലീഷ മാറി നമ്മളെ കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈശോ പറയുക, മരിച്ചവർ പോയി തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ലോകത്തുള്ളവർ ലോകത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിനക്കൊരു വിളിയുണ്ട്. നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, നീ എൻ്റെ ഒപ്പം വരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക മക്കൾ വിളിക്കും. വിളിയേത്? സ്വയം പരിശോധിക്കണം. യേശുവിൻ്റെ വിളി നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നീ തിരിച്ചറിയാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ട് ഈശോ പറയുക, ആദ്യം ഈശോ പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്ദനങ്ങളും തിരസ്കരണങ്ങളും നീ ഒപ്പം സ്വീകരിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം ഈശോ പറയുക, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ദൈവരാജ്യ പ്രഘോഷണമാണ്. ദൈവരാജ്യമാണ് നിൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി. ഫസ്റ്റ് തിങ്, അത് ദൈവരാജ്യ പ്രഘോഷണം നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതാണ് നിൻ്റെ വിളി. ബാക്കി എല്ലാം സെക്കൻഡറിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറി ആയിക്കൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ക്രിസ്തു ശിഷ്യന് ഒന്നാമത് വേണ്ടത് സുവിശേഷ പ്രഘോഷണമാണ്. യഥാർത്ഥ ശിഷ്യന് ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ട ഒരു സമ്പൂർണ്ണ മനോഭാവം ഉണ്ടാവണം. ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ ത്യജിക്കണം. അതാണ് ഈശോ പറയുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ. അവൻ ചോദിച്ചത് മറ്റൊന്നുമല്ല, ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വന്നാലും എന്നാ ചോദിച്ചത്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ഇത്രയും ചെയ്യണം. സുവിശേഷ പ്രഘോഷണം, കുടുംബ ബന്ധങ്ങളല്ല, സാഹചര്യങ്ങളല്ല, യേശു, സ്വർഗരാജ്യം, ദൈവരാജ്യവേല, അതാണ് നിൻ്റെ പ്രയോറിറ്റി. അതുകൊണ്ട് അതിൻ്റെ മേലെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മനോഭാവം നിനക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഈശോയെ കേൾക്കാൻ വന്ന ഒത്തിരി പേരുണ്ട്. ഈശോയുടെ ചുറ്റും നടന്ന ഒരുപാട് പേരുണ്ട്. കേട്ടവർ, കൂടെ നടന്നവർ, ഒപ്പം താമസിച്ചവരുണ്ടാകും, അയൽവക്കക്കാരുണ്ടാകും, അനുദിനം യേശുവിനെ സ്നേഹിച്ചവരുണ്ടാകും. പക്ഷേ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവർ വളരെ കുറച്ച് പേരാണ്. കാരണം ഇത് മറ്റൊരു തലമാണ്.
ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തൊടുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ വരുന്ന അഭിഷേകത്തിൻ്റെ വിളിയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ഈ ശിഷ്യത്വത്തിലേക്കാണ് ഈശോ ഓരോ ക്രിസ്ത്യാനിയും വിളിച്ചിരിക്കുന്നത്. ഇന്ന് യേശുവിനെ കേട്ട് അറിഞ്ഞ് കൂടെ ചുമ്മാ ചരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു പോകാനല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളോട് ഈശോ ആവശ്യപ്പെടുക. മറിച്ച് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി നിന്നെ തന്നെ നിയോഗിക്കണം. ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി നിന്നെ തന്നെ നിയോഗിക്കാൻ നീ ആ വിളിക്ക് സമ്പൂർണ്ണമായ ഒരു സമർപ്പണം കൊടുക്കണം. അറിയാൻ പറ്റും, ഒരു വ്യക്തി 16 ബാറുകൾ നടത്തിയിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഒത്തിരി വലിയ കോടികളുടെ അദ്ദേഹത്തിന് ആസ്തിയുള്ളതാണ്. പക്ഷെ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ചെയ്യുന്ന തെറ്റ് എന്ന് തോന്നിയപ്പോൾ അവിടെ വെച്ച് ആ ഒരു ദിവസം കൊണ്ട് എല്ലാ ബാറുകളും ക്ലോസ് ചെയ്ത് ഈശോയുടെ പിന്നാലെ വന്നിട്ട് പരമദരിദ്രനായിട്ട് ഇന്ന് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി യേശുവിനാണ്. യേശു കഴിഞ്ഞേ ഉള്ളൂ എനിക്ക്. അതാണ് ജീവിതം കൊണ്ടുള്ള സമർപ്പണം, സമ്പൂർണ്ണ ത്യജിക്കൽ, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആഴം എന്നൊക്കെ പറയുന്നത്. ഈശോ അതാണ് ഒരു വ്യക്തിയിൽ നിന്നും ആവശ്യപ്പെടുക. കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം. യേശുവിൻ്റെ രാജ്യം പ്രഘോഷിക്കാൻ നമ്മളൊക്കെ വളരേണ്ടിയിരിക്കുന്നു. കർത്താവേ, അതിന് എൻ്റേതായ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ നീ എന്നെ പഠിപ്പിക്കണമെന്ന് പറയണം. സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ക്രിസ്തു ശിഷ്യൻ മാറുമ്പോൾ അവന് സ്വന്തമായി യേശു വരും. അവന് സ്വന്തമായി യേശു വരും. ലേവ്യരെക്കുറിച്ച് ഓരോ ഗോത്രത്തിനും സ്ഥലവും കാര്യങ്ങളുമെല്ലാം വീതിച്ചു കൊടുക്കുമ്പോൾ ലേവ്യരെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അവകാശമൊന്നും കൊടുക്കരുത്, ദൈവമാണ് അവരുടെ അവകാശം. സങ്കീർത്തകൻ പറയും, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. കർത്താവിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓഹരിയും പാനപാത്രവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുക. യേശുവിൻ്റെ ജീവിത സാക്ഷ്യമാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. യോഹന്നാൻ 8:12 ഈശോ വചനം പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന്. യേശുവാകുന്ന പ്രകാശത്തിൻ്റെ പിന്നാലെ പോകാൻ, അന്ധകാരത്തിൻ്റെ പാതകളെ എടുത്തെറിയാൻ, ഈശോയെ അനുഗമിക്കാൻ ഈശോ വിളിക്കുന്ന വിളിയാണ് ക്രിസ്തു ശിഷ്യത്വം. അവിടെ ചില കാര്യങ്ങൾ, നമുക്ക് പ്രകാശമെന്ന് തോന്നുന്ന ചില വഴികൾ നമ്മൾ അടച്ചു കളയണം. യേശു കാണിച്ചു തരുന്ന ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അനുഗമിക്കാം എന്ന് പറഞ്ഞവനോട് ലോകത്തിൻ്റെ സൗഭാഗ്യമില്ല, മറിച്ച് ശൂന്യവൽക്കരണത്തിൻ്റെ മാർഗങ്ങളാണ് നിനക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് ഈശോ പറയുകയാണ്. 61 വചനത്തിൽ ഇങ്ങനെ കാണും. 3-ാമത്തെ ആള്, മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. ഇവിടെ 3-ാമത്തെ വ്യക്തി ഒരു കണ്ടീഷനുമായി യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അനുഗമിക്കാൻ തയ്യാറാ. നീ പറഞ്ഞില്ലേ നിനക്ക് ഒന്നുമില്ല, സ്വന്തമായിട്ടൊന്നുമില്ല, തല ചായ്ക്കാൻ ഇടമില്ല, ത്യാഗങ്ങൾ ഏറ്റെടുക്കണം, നിന്ദനങ്ങൾ ഏറ്റെടുക്കണം, അതിന് ഞാൻ തയ്യാറാണ്. എൻ്റെ പിതാവിനെ സംസ്കരിക്കേണ്ട ദൈവരാജ്യ പ്രഘോഷണം ഫസ്റ്റ് തിങ്ങാ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എനിക്ക് ഒറ്റ തവണ അവരോട് അനുമതി പത്രം മേടിക്കണം, ഒരു വിട വാങ്ങൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം അവൻ കരുതി വെച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കാണ്, യേശുവിനല്ല. അതുകൊണ്ട് അവരോട് പോയി അനുമതി ചോദിക്കാൻ, ദൈവം വിളിക്കുമ്പോൾ അവരോട് അനുമതി ചോദിക്കാൻ അവൻ പോവുകയാണ്. നിന്നെ വിളിച്ചത് കർത്താവ് എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആരുടെയും അനുമതിക്ക് നീ നിൽക്കണ്ട. യേശു നിന്നെ വിളിക്കുമ്പോൾ സധൈര്യം ഇറങ്ങണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവനൊരു വിളിയുണ്ടായിരുന്നു. കാരണം ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനും ദൈവരാജ്യം പ്രഘോഷിക്കാനും അവൻ തയ്യാറാണ്. ദൈവം അവന് തൊട്ടൊരു വിളിയാണ്. പക്ഷേ മറ്റെന്തൊക്കെയോ അവനെ പുറകോട്ട് തിരിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, പോയി വീട്ടിലേക്ക് പോയിട്ട് വരാം. അത് ഒരു പിന്തിരിഞ്ഞോട്ടമാണ്. അവിടെ പിന്തിരിഞ്ഞോടിയാൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വഴികളിലേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റാതെ പോകും. ലോകത്തേക്കാൾ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഒരു വിളി ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ലോകത്തേക്കാൾ കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒന്നും തടസ്സം വരരുത്. ഈ വചനത്തോട് ചേർത്ത് വെച്ച മത്തായി 6:33 വചനം പറയുക, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി. കർത്താവിൻ്റെ രാജ്യവും നീതിയുമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടാൻ തുടങ്ങും. നമ്മൾ ഓർക്കുന്നുണ്ട്, മടത്തി ചേർന്ന ആദ്യ സമയത്ത്
മഠത്തിലേക്ക് വരാമെന്ന് ഓർത്ത് ആഗ്രഹിച്ച് മഠത്തിൽ ചേരുമ്പോൾ സത്യം പറഞ്ഞാൽ അതുവരെ വേദപാഠ പരീക്ഷയ്ക്കൊന്നും വലിയ ഒന്നാം സ്ഥാനമൊന്നുമില്ല. മഠത്തിൽ ചേർന്നതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ വന്നപ്പോൾ രൂപതയിൽ സ്കോളർഷിപ്പാണ്. വീണ്ടും ഞാൻ പഠിക്കാനായിട്ട് വന്നു. പ്രീ ഡിഗ്രി പഠിച്ചു, അവിടെയും ഭയങ്കരമായ മാർക്ക്. വീണ്ടും BSc പഠിച്ചു, എല്ലായിടത്തും ഈശോ റാങ്കുകൾ മാത്രം തരിക. ഈശോയുടെ കൂടെ വരുമ്പോൾ കർത്താവ് നമ്മളെ അലങ്കരിക്കാൻ തുടങ്ങും. യേശുവിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അലങ്കരിക്കാൻ തുടങ്ങും. ഞാനിങ്ങനെ ചിന്തിക്കുക, യേശുവിൻ്റെ ശിഷ്യനായി മാറുമ്പോൾ, യേശുവിൻ്റെ മണവാട്ടിയാണ് സിസ്റ്ററെ എങ്കിൽ, യേശുവിൻ്റെ ചാര നടക്കുന്ന ശിഷ്യരാണ് ഓരോ വ്യക്തിയെങ്കിൽ, അവൻ്റെ ജീവിതത്തിന് കുറവൊന്നും വരാൻ നോക്കുക എന്നുള്ളത് യേശുവിൻ്റെ പ്രത്യേകതയാണ്. അവനെ അലങ്കരിക്കുക എന്നത് യേശുവിൻ്റെ പ്രത്യേകതയാണ്. ഒക്ടോബർ 15-ാം തീയതി വിശുദ്ധ അമ്മ ത്രേസ്യ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അമ്മ ത്രേസ്യ സ്വയം പറയും, ഞാൻ യേശുവിൻ്റെ ത്രേസ്യയാണ്, യേശുവിൻ്റെ ത്രേസ്യയാണ്, യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. യേശുവിന് വേണ്ടി ദൈവരാജ്യം പ്രഘോഷിച്ച് ഒറ്റയ്ക്ക് അവൾ നടക്കുമ്പോൾ പല ജീവിതങ്ങളിലും സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ അവൾക്ക് വന്നുവിടും. പക്ഷെ അവൾ എപ്പോഴും ആ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഒരിക്കലും പുതിയൊരു മഠം സ്ഥാപിക്കാൻ പോകുമ്പോഴാണ് കാളവണ്ടിയിൽ നിന്ന് അവൾ താഴേക്ക് വീണ് ദേഹമൊക്കെ മുറിയുന്നതും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. അപ്പോൾ അവൾ പറയും, വെറുതെയല്ല നിനക്കാരും കൂട്ടില്ലാത്തത്. പക്ഷെ അവളുടെ മനസ്സിൽ യേശുവിനുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ പിന്നാലെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അവൾ അലയും തുടങ്ങുമ്പോൾ അവളുടെ ഒപ്പം ഈശോ ചരിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചരിക്കുന്നവർക്ക് കർത്താവ് ചില പ്രത്യേക വരങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥനയുടെ അഗാധ പടിയിലെത്തിയ വ്യക്തിയാണ്. അമ്മ ത്രേസ്യയുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ അമ്മ ത്രേസ്യ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചീനച്ചട്ടിയുമായി അറിയാതെ ദൈവിക ഐക്യത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. അവളുടെ ജീവിതത്തിൽ, ഈ ശിഷ്യത്വ ജീവിതത്തിൽ കുറവുകളെയൊക്കെ അതിജീവിക്കാൻ പറ്റിയ വിധത്തിൽ കർത്താവ് ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അഭിഷേകം നിറയ്ക്കും. കാരണം ദൈവം കുടികൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രിസ്തു ശിഷ്യനെ ഈശോ മാറ്റാൻ തുടങ്ങും. ഈ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് പോലെ തന്നെ അമ്മ ത്രേസ്യയുടെ മറ്റൊരു ചിത്രം കാണുവാണെങ്കിൽ, ഒരു പരിശുദ്ധാത്മാ പ്രാവൻ രൂപത്തിൽ വന്നിട്ട് അവളുടെ ഒരത്തെ വന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ചുണ്ട് അവളുടെ ചെവിയോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വഴിയെ ചരിക്കാൻ ഒരു ക്രിസ്തു ശിഷ്യൻ ആഗ്രഹിക്കുമ്പോൾ, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവരാജ്യ പ്രഘോഷണത്തിന് തയ്യാറാകുമ്പോൾ, കർത്താവിനെ കണ്ടീഷനില്ലാതെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരും കൂടെയാണ്. സ്വർഗം മുഴുവൻ ഒപ്പം നടക്കുകയാണ്. സ്വർഗം ചരിക്കാൻ തുടങ്ങും. എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെ അനുഗ്രഹമാണ്. കർത്താവെ, ഇപ്പോൾ ഞാൻ യാത്രയിലാണല്ലോ, എനിക്കിന്ന് രാത്രി എത്താൻ പറ്റില്ല, ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ വണ്ടി വരും. ഒരുവൻ്റെ മനസ്സ് ദൈവത്തിന് പ്രീതികരമായി ചരിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം ദൈവം കേൾക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളൊക്കെ പറയില്ലേ, പ്രാർത്ഥിച്ചിട്ട് എന്താ ഈശോ കേൾക്കാത്തെ, ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നില്ലേ, കൊന്ത ചെല്ലുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? ക്രിസ്തു ശിഷ്യൻ്റെ ആ മനോഭാവത്തിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങണം. ഒരു സമർപ്പണം, ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യാം, ഇതിപ്പോൾ ആവശ്യത്തിന് ചെയ്യുന്നു, അത്യാവശ്യം ഞായറാഴ്ച കുർബാന, അങ്ങനെ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടീഷൻ വയ്ക്കുകയാണ്. കണ്ടീഷൻ വയ്ക്കുമ്പോൾ തിരിഞ്ഞു പോകും, നമ്മൾ വീണ്ടും തിരിഞ്ഞ് പുറകോട്ട് പോവുക. അത് പാടില്ല. കർത്താവേ, ഞാൻ എല്ലാം തന്നേക്കുക, ഈ ദിവസം മൊത്തം നീ നോക്കിക്കോളാം. നമുക്ക് അങ്ങനെ ഒരു ദിവസം ഈശോയ്ക്ക് അങ്ങ് സമർപ്പിച്ചിട്ട്, ക്രിസ്തു ശിഷ്യനായി എനിക്ക് 3 കാര്യങ്ങൾ ഇന്ന് നിനക്കുള്ളൂ, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, നിൻ്റെ രാജ്യം നീയാണ് എനിക്ക് ഒന്നാം സ്ഥാനം, ഞാൻ നിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങുക. ഇങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഈശോ വഴികൾ ഒരുക്കാൻ തുടങ്ങും. ഈശോ വഴികൾ ഒരുക്കി നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഒരിക്കൽ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ 5 മണിക്കൂർ വേണം എനിക്ക് അവിടെ എത്തണമെങ്കിൽ. എത്ര സ്പീഡിൽ വണ്ടി ഓടിയാലും മിനിമം 5 മണിക്കൂർ എടുക്കും. പക്ഷെ അങ്ങനെ എത്തിയാൽ എനിക്ക് കുർബാന മിസ്സാകും. ആ വണ്ടിയിലിരുന്ന് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കുർബാന മിസ്സായി എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ആ വണ്ടിയിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. ഞാൻ പുറപ്പെട്ടത് 6 മണിക്ക് എങ്കിൽ 9:05 ഞാൻ എത്തേണ്ട സ്ഥലത്ത് ചെന്ന് എത്തിപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കുർബാനയ്ക്ക് സ്റ്റാർട്ടിങ് സോങ് തുടങ്ങുകയാണ്. ഞാൻ അവിടെ പള്ളിയിൽ നിന്ന് കരയുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ അനുദിനം ദൈവം അത്ഭുതകരമായിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇത്രയേ പ്രാർത്ഥിച്ചോളൂ, ഈശോയെ, ഈ ഡ്രൈവറുടെ കൈകളുടെ നിയന്ത്രണം നീ അങ്ങ് ഏറ്റെടുത്തേക്കണം, നീ നടത്തിയേക്കണം. പറക്കുമായിരുന്നു വണ്ടി എങ്ങനെ അവിടെ എത്തി അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കണ്ണു തുറക്കുമ്പോൾ 9:05 എത്തേണ്ട സ്റ്റാൻഡിൽ ഞാൻ എത്തിയിട്ടുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് കരുതലുണ്ട്. സങ്കീർത്തകൻ 115:12 വചനം പറയും,
കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യനെ ഈശോ അലങ്കരിക്കുമെന്ന് പറഞ്ഞില്ലേ? സ്വർഗത്തിൻ്റെ എല്ലാ സമ്പത്തുകളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളുമൊക്കെ ക്രിസ്തു ശിഷ്യൻ്റെ അവകാശങ്ങളാണ്. ക്രിസ്തു ശിഷ്യൻ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, സമർപ്പണം കൊടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? തുറക്കും. അതെങ്ങനെയെന്നറിയോ? വരങ്ങളും ദാനങ്ങളും ദൈവിക പുണ്യങ്ങളും വഴിയാ. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി നേരമൊന്നും ആരോട് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ കർത്താവെ, അവർക്കത് കൊടുക്കണേ എന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണാൻ പറ്റും. ഒരു ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് 20 ദിവസമോട് സിസ്റ്ററെ ഇനി സൗദിക്ക് പോകാൻ ശരിയാകില്ല. ചേച്ചി 20 ദിവസത്തിനുള്ളിൽ ഈശോ അവിടെ എത്തിച്ചിരിക്കും. 20-ാം ദിവസം ചേട്ടൻ ഇവിടെ നിന്ന് ദുബൈക്ക് പോവുകയാണ്. ആ ചേച്ചിയുടെ വിശ്വാസം ഭയങ്കരമായിട്ടും വർദ്ധിച്ചിട്ട് ചേച്ചി കർത്താവിനെ വിളിച്ച് കരയുക. ബൈബിൾ മേടിക്കുക, ഒരു ബൈബിൾ തരാവോ, ബൈബിൾ ചോദിച്ച് മേടിക്കുക. ഇതൊക്കെ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഫലങ്ങളായി മാറണം. സമ്പൂർണ്ണ സമർപ്പണം കൊടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കർത്താവെ നിനക്ക് വേണ്ടി നീയാണ് എനിക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നടക്കുന്ന വഴികളിൽ ഈശോ അനുഗ്രഹത്തിൻ്റെ പൂമഴകൾ ചൊരിയിക്കാൻ തുടങ്ങും. ഒരു വാക്ക് പറയുമ്പോൾ അവർക്ക് അനുഗ്രഹമാകും. കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചു, മോൾക്ക് കിഡ്നി സ്റ്റോൺ ആണ്, ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല, മോളുടെ വിവാഹമാണ്, പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പിറ്റേ ദിവസം മെസ്സേജ് വരുവാണ്, ആ സ്റ്റോൺ അത് പോയി, തന്നെ പോയി ആ സ്റ്റോൺ. കർത്താവ് വലിയ മിറക്കിൾ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട, നമ്മൾ ഓർക്കണം, ഈശോയ്ക്ക് വേണ്ടി 1 മിനിറ്റ് നമ്മൾ വെക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയാൻ തുടങ്ങും. ക്രിസ്തു ശിഷ്യൻ്റെ വലിയ സമ്മാനമാണ്. ഈ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് പറയും, 2ാമത്തെ ക്രിസ്തുവെന്ന് ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് പറയും. പൗലോസ്ലീഹ പറയും, ഞാൻ ഇനിമേൽ ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നതെന്ന്. നമ്മൾ യേശുവിനെ ധരിക്കണം, യേശുവിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങണം. ത്യാഗത്തിൻ്റെ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ഈശോ പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. കണ്ണുനീരിൻ്റെ വഴികളിലും സങ്കടങ്ങളുടെ വഴികളിലുമൊക്കെ ഈ തിരസ്കരണത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും വഴികളിലും ഈശോയെ നീയാണ് എനിക്ക് വലുത്. അതൊരു ക്രിസ്തു ശിഷ്യന് പറയാൻ പറ്റണം. കർത്താവെ, നീയാണ് എനിക്ക് വലുത്, നിന്നിൽ കവിഞ്ഞൊന്നുമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത ഒരദൃശ്യ കരം വന്ന് നമ്മളെ തൊടും. എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുമ്പോഴും ഇറങ്ങി വരുന്ന അദൃശ്യകരം. ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യൻ്റെ മറ്റൊരു വേദനയായിരിക്കണം വിശ്വാസം കുറഞ്ഞു പോകുന്ന അവസ്ഥ, ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ആത്മാക്കളെയൊക്കെ ശേഖരിച്ച് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരു ചേച്ചിയെ പരിചയപ്പെട്ടതാണ്, കുടുംബയോഗം നയിക്കുന്ന ചേച്ചിയാണ്. പക്ഷേ ആ ചേച്ചി ഈ പ്രളയകാലത്ത് എല്ലാവരും ആളുകൾക്ക് വേണ്ടി ഒത്തിരി സാധനങ്ങൾ ശേഖരിക്കുമ്പോൾ ചേച്ചിക്കൊരു കിട്ടുന്ന ദൈവിക സന്ദേശം എന്ന് പറഞ്ഞാൽ 25 ലക്ഷം ജപമാലകൾ സ്വർഗത്തിൽ ഇവർക്ക് വേണ്ടി നിക്ഷേപിക്കുക. ചെതലും പുഴുവുമൊന്നും നശിപ്പിച്ച് കളയാത്ത 25 ലക്ഷം ജപമാലകൾ ഈ പ്രളയം ബാധിതരായ മക്കൾക്ക് വേണ്ടി നിക്ഷേപിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു നിക്ഷേപം സ്വർഗത്തിൽ വെക്കാൻ നമുക്ക് പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചു. ഈ ചേച്ചി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുടുംബജീവിതത്തിന് കിട്ടുന്ന സമയമെല്ലാം ആളുകൾക്ക് മെസ്സേജ് അയച്ചുമൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക. അത്ഭുതമാണ് ചേച്ചിയെ കാണുമ്പോൾ. അതൊക്കെയാണ് യഥാർത്ഥ ശിഷ്യത്വ ജീവിതം എന്ന് പറയുക. ജീവിതത്തിൻ്റെ സഹനങ്ങളോട് ചേർന്ന് ശരീരം മുഴുവൻ ഇടിച്ചു നുറുങ്ങുന്ന വേദനയിലും യാത്ര ചെയ്ത് ഓരോ കുടുംബത്തിൽ ചെന്ന് ഒരു ജപമാല ചൊല്ല്, 2 ജപമാല ചൊല്ലി. ഒക്ടോബർ ചേച്ചി എടുത്തിരിക്കുക, വീണ്ടും ഒരു 50 ലക്ഷം ജപമാല കർത്താവിൻ്റെ സ്വർഗത്തിലേക്ക് ഈ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാൻ, ലോകത്തിലെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാൻ. ഇതൊക്കെയാണ് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിൽ ഇങ്ങനൊരു സമർപ്പണത്തിൻ്റെ മനോഭാവം, ബലി കൊടുക്കലിൻ്റെ മനോഭാവം, ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. ബലിയായി തീരണം. കുരിശിലെ മറുപുറത്ത് കിടക്കാൻ ക്രിസ്തു ശിഷ്യൻ ആഗ്രഹിക്കുമ്പോൾ കുരിശിൻ്റെ സമ്മാനങ്ങളും സ്വർഗത്തിൻ്റെ സമ്മാനങ്ങളും അവൻ്റെ കൂടെ ഉണ്ടാവും. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തെ നിനക്ക് തരുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, നിന്ദനങ്ങളിലും പീഡനങ്ങളിലും എനിക്ക് നീയാണ് വലുതെന്ന് എനിക്ക് പറയാൻ പറ്റണ ഈശോയെ. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം അതാണല്ലോ. ലോകത്തിലെ മോഹങ്ങൾക്കപ്പുറത്ത് യേശുവിൻ്റെ കുരിശിലേക്ക് കണ്ണും നട്ട് യേശുവിൻ്റെ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ജീവിക്കാൻ, സമർപ്പണം ചെയ്യാൻ പഠിപ്പിക്കണം. കർത്താവെ, നീ തന്ന ക്രിസ്തീയ ജീവിതത്തിൽ നീ എനിക്ക് വില കൊടുത്തത് കൊണ്ടാണ് നീ എന്നെ ക്രിസ്ത്യാനിയായി തിരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ എനിക്ക് വിലയിട്ട് നിനക്ക് വിലയുള്ളൊരു ജീവിതം തരാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.